ആരെ കല്യാണം എന്നാ പറഞ്ഞപ്പോ? എന്റെ കല്യാണോ എന്നാണ്? 2 ദിവസം കൂടിയോ? എന്റെ ഭഗവാനെ, കല്യാണ കത്തുമായിട്ട് വന്നിട്ട് ഓളെ കല്യാണാണോ അല്ലെ? ആരാ ചെക്കൻ? ഇതാണ് ചെക്കൻ കേട്ടോ. ഇതാ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കത്തില്. ഓക്കെ, ചെക്കന്റെ പേരെന്താണ്? ചെക്കന്റെ പേര് ജോലി. ജോലിയോ? അങ്ങനെ ഒരു പേരോ? നല്ല പേരിട്ടോ. നിങ്ങൾ എവിടുന്ന് കണ്ടതാ? അല്ല, ചെക്കനെ എവിടുന്ന കണ്ട്? ഞാൻ അവിടുന്ന് കണ്ടതാ. ഓനെന്താ പണി? ഓനൊന്നും പണിയില്ല. ഒരു പണിയില്ലേ? ഓക്ക് മാത്രമേ പണിയുള്ളൂ, ഓനൊരു പണിയുമില്ല. ഒരു പണിയും തോരമില്ലാത്ത ചെക്കനെയാണോ ഈ കെട്ടണേ? അത് നേരെ. അപ്പല്ലേ പറഞ്ഞ എന്റെ ഭർത്താവ് ദുബായിലാണെന്ന്. ദുബായില് ജോലി കിട്ടൂല. ദുബായില് ജോലി കിട്ടൂലേ? അതെന്ത് പറ്റി? ജോലി പോയി കെട്ടണം. എന്ത് ജോലി പോയി ലോൺ ഇട്ടിച്ച് ഇങ്ങോട്ടേക്ക് വരണം. ജോലിക്ക് പോയിട്ട് ലോൺ എടുത്തിട്ട് ഇങ്ങോട്ട് വരണമെന്നോ? ലോണോ? ഇതൊക്കെ ഏടുന്നോ പഠിച്ചത്? എന്നിട്ട് ആ ലോൺ എത്തിച്ച് ഇതിന്റെ കംപ്ലൈന്റ് വെക്കണം. എന്ത്? ആ ലോൺ എത്തിച്ച് ഇതിന്റെ കംപ്ലൈന്റ് വെക്കണം. ഈശ്വര, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. ലോൺ എടുത്തിട്ട് കംപ്ലൈന്റ് എടുക്കണമെന്നോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഇടണം. എന്നിട്ട് കല്യാണം കഴിക്കണം. നല്ല പരിപാടി. ദുബായി പോവാ, ലോൺ എടുക്കാൻ നാട്ടിൽ വരിക, കല്യാണം കഴിക്കുക. നല്ല കഥ. ഇത് ആരാ പറഞ്ഞെന്ന്? ഇതൊക്കെ അമ്മ അപ്പ തന്നതാ. ഞാനപ്പ പഠിപ്പിച്ചെന്നടി. എല്ലാത്തിനും അമ്മേനെ അങ്ങ് പറഞ്ഞോളൂ കേട്ടോ. നല്ല കുട്ടി. എന്താണ്? എന്ത്? എല്ലാരും വരണോ? ഈ അച്ഛനോട് പറഞ്ഞോ കല്യാണം ഉണ്ട്? ഈ ഞങ്ങളെ വിളിക്കുകയല്ല. ഞങ്ങൾ അച്ഛൻ വീട്ടിലാ. വൈശാഖിനോട് പറഞ്ഞോ ഈ എന്റെ കല്യാണം ഉണ്ട്? എന്നിട്ടോ അച്ഛൻ സമ്മതിച്ചോ? ആണോ? എന്നിട്ട് പോയി അച്ഛൻ എന്ത് പറഞ്ഞ എന്നോട്? അച്ഛൻ കല്യാണത്തിന് പോട്ടേന്ന്. കല്യാണത്തിന് പോട്ടേന്നോ? കല്യാണം കഴിച്ചോളാൻ പറഞ്ഞോ? ഒരു കമന്റ് ഇടണ്ട ഇപ്പൊ തൽക്കാലം. ഇതിനൊന്നും കല്യാണത്തിന് വരണം പറയും. എന്ത്? ഈശ്വര, എന്താ ഈ പറയുന്നത്? കല്യാണത്തിന് വരണം പറയും എല്ലാരോടും. കല്യാണത്തിന് വരണം. ഓക്കെ, വരാട്ടോ. ഓക്കെ, 2 ദിവസം 2 ദിവസം വരാം. ശരി എന്നാല്. ശരി, ബൈ.